കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്കങ്ങനെ ജാട അടിച്ചിരിക്കുന്നവരാരും ഇഷ്ടമല്ല. ഇല്ല, എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ളവരെ ഭയങ്കര ഇഷ്ടം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമല്ല, ചിരിക്കണം. ചിലവരൊക്കെ നമ്മൾ ചെന്ന് ഒന്ന് ഒരു ഐ കോണ്ടാക്ട് വന്നാൽ അവർ ചിരിക്കൂല, ഭയങ്കര ഇതാണ്, ജാടയാണ്. എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, എനിക്ക് പൊതുവെ നമുക്കൊരു നെഗറ്റീവ് വൈബ് വരും, അങ്ങനെ ഒരു ഫീലിംഗ്. ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നോണ്ടാണോ അവരങ്ങനെ ചിരിക്കാത്തത്? അതൊന്നും അറിയില്ല. ശരി, പോട്ടെ. ഒരു നല്ലൊരു സിനിമ വന്നു, അതിനകത്ത് ആരായിരിക്കണം നായകൻ എന്നൊരു സങ്കല്പം ഉണ്ടോ, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രണവ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടം. പ്രണവ് മോഹൻലാൽ, അതായത് ഞങ്ങളൊക്കെ വിളിക്കുന്ന അപ്പു എന്നാ വിളിക്കുന്നത്. അപ്പുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണ് അപ്പുവിനെ ഇഷ്ടപ്പെടുന്നത്? അറിഞ്ഞോട്, പൊതുവെ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ അപ്പു ഇങ്ങനെ അധികം ചിരിക്കുന്ന ഒരാളൊന്നുമല്ല, എന്നാലും എനിക്ക് ഇഷ്ടം. ഭയങ്കര സിമ്പിൾ ആണ്. അല്ല, അപ്പു സിമ്പിൾ ആണ്, പക്ഷെ അധികം ഇങ്ങനെ ചിരിക്കത്തില്ല, അധികം സംസാരിക്കില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞതിന് വിപരീതമായിട്ട് ഫ്രണ്ട്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഫ്രണ്ട്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഇത് കല്യാണം കഴിക്കാനുള്ള കാര്യം അല്ല സർ, ഇത് ഹീറോ ആവാൻ ആഗ്രഹമുള്ള. ഞാൻ മറന്നുപോയി ഏട്ടാ, എവിടേക്കോ പോയി. ഞാൻ പോകുന്നുണ്ട് ഇടയ്ക്ക്, എന്റെ വഴിയില് ലക്ഷ്മി വരുന്നില്ല, അതാ കുഴപ്പം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അപ്പുവിനെ ഒരു സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം. അത് ശരി, അപ്പൊ നടക്കട്ടെ ഉടനെ തന്നെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ കല്യാണം ഇതും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു 3 പ്രപ്പോസൽ വന്നു, ഉടനെ കല്യാണം നടക്കും. ഉടനെ ഇല്ല, 1 ഇയർ കഴിയും. 1 ഇയർ. അപ്പൊ അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് കഴിഞ്ഞാൽ നടക്കില്ല. നടക്കൂലെന്നല്ല, പറ്റുമെങ്കിലും ചെയ്യും. പക്ഷെ ഹീറോയിൻ ആകുമ്പോഴത്തേക്ക് ചിരിക്കണം. ചിലപ്പം പിന്നെ ഹീറോ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കുട്ടിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കരയണം. അത് കുഴപ്പമില്ല, പ്രണവിന്റെ കൂടെ അല്ലേ കുഴപ്പമില്ല. പ്രണവിന്റെ കൂടെ ആകുമ്പോ ഒന്നിനും ഒരു കുഴപ്പമില്ലല്ലേ? ഓക്കെ, നടക്കട്ടെ. വില്ലത്തിയായിട്ടാണല്ലോ അവര് കണ്ടിരിക്കുന്നത്. കുറച്ച് ഡയലോഗ് എന്നെ നോക്കിയിട്ട് വില്ലത്തിയായിട്ട് പറയാമോ? സാറിനെ നോക്കി, എന്നെ നോക്കിയിട്ട് വില്ലത്തിയായിട്ട് ഡയലോഗ് പറയാ. സാറിനെ നോക്കി പറയാൻ എനിക്കൊരു പേടിയാ. പേടിക്കൊന്നും വേണ്ട, ഞാൻ കണ്ണടച്ചോളാം. പറഞ്ഞോളൂ, പക്ഷെ ഞാനും തിരിച്ച് പറയും. അയ്യോ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിച്ച് പറഞ്ഞോളാം. ആയിക്കോട്ടെ. ഞാൻ സസ്നേഹത്തിലെ കുറച്ച് ഡയലോഗ്സ്, അത് അമ്മായിയമ്മയുടെ സംസാരിക്കുന്ന കുറച്ച് ഡയലോഗ്സ് പറയാം. അമ്മ, രാവിലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നോ? ആഹാരം എന്തെങ്കിലും വെച്ചോ? ഒന്നും വെച്ചില്ലേ? അതെന്താ? ഇവിടുത്തെ ജോലിക്കാരെ എന്നെ മാറ്റിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി. നിങ്ങൾ ഉണ്ടായോണ്ടാണ് ഞാൻ ഇവിടെ ആരെയും വെക്കാത്തത്, മനസ്സിലായല്ലോ? എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? രാവിലെ എനിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. ഇവരെ കൊണ്ട് തോറ്റു. മനു എനിക്ക് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവരെ ഇവിടുന്ന് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊണ്ട് മാറ്റണോന്ന്. എന്തിനാ ഇനി നോക്കി നിൽക്കുന്നേ? എനിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. പറഞ്ഞ മനസ്സിലാവത്തില്ല. ഇനിയെങ്കിലും നോക്കി നിൽക്കാതെ ഒന്ന് പോയി എന്തെങ്കിലും വെക്ക്, ചെല്ല്. ലാസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ക്യാമറ നോക്കി പറഞ്ഞില്ലേ, അപ്പൊ അവര് പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകര് ഇതിങ്ങനെ വളരെ, അതും കറക്റ്റ് 8:30 പോവാ, വിശന്നിരിക്കുന്ന സമയമാ ഭർത്താവ്. അപ്പോഴാണ് ഭാര്യ ഇത് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വില്ലത്തി ലക്ഷ്മി പറയാണ്, ഇനിയെങ്കിലും ഒന്ന് നോക്കി നിൽക്കാ, പോയി എന്തെങ്കിലും വെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് TV ഓഫ് ചെയ്ത് പോകും. ഓഫ് ചെയ്യാൻ വരട്ടെ, ഒരു 2 മിനിറ്റ് കൂടെ.